വീഡിയോയ്ക്ക് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഒത്തിരി പ്രയാസപ്പെട്ടാട്ടോ ഈ വോയിസ് ചെയ്യുന്നത്. അപ്പൂപ്പനുമായിട്ടുള്ള പഴയ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ ഒത്തിരി സങ്കടമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഉണ്ണിമോളെ ഏറ്റവും ജീവനത്തിൽ സ്നേഹിച്ചിരുന്ന അപ്പൂപ്പനാട്ടോ. ഉണ്ണിമോളെന്ന് വെച്ചാൽ അപ്പൂപ്പന് ജീവനായിരുന്നു. ഇത് അപ്പൂപ്പ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴത്തേക്ക് അപ്പൂപ്പനെ ഞാൻ പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് കൊടുത്തൊരു വീഡിയോ ആട്ടോ. അന്ന് ഈ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇന്ന് ഈ ഒരു അവസ്ഥയിരുന്ന് ഞാൻ ഈ ഒരു ഓണൂസ് ചെയ്യുമെന്ന്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു കേട്ടോ അപ്പൂപ്പൻ മരണപ്പെട്ടത്. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ, നമ്മൾ ഒട്ടും വിചാരിക്കാതെ പെട്ടെന്നായിരിക്കും നമ്മളെ ജീവിതത്തിലേക്ക് അത് കടന്നു വരുന്നത്. അപ്പൂപ്പൻ ഹോസ്പിറ്റലിലായപ്പോൾ അപ്പൂപ്പൻ്റെ കൂടെ പോയി നിൽക്കണമെന്നും അപ്പൂപ്പനെ നോക്കണമെന്നും ഒക്കെ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഉണ്ണിമോൾ ഉള്ളതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോയി നിൽക്കുന്ന കാര്യം പോസിബിൾ അല്ലായിരുന്നു. അങ്ങനെ പോയി നിന്ന് നോക്കാൻ പറ്റിയില്ലെങ്കിലും അപ്പൂപ്പൻ ആഗ്രഹിച്ച പോലെ പൊതിച്ചോറ് കെട്ടിക്കൊടുക്കാൻ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റും വിധത്തിൽ കുഞ്ഞു കുഞ്ഞു കറികളൊക്കെ കൂട്ടി 2-3 ദിവസം എനിക്ക് ആ പൊതിച്ചോറ് കൊടുക്കാൻ പറ്റി കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, പക്ഷെ അത് ചെയ്യാൻ പറ്റാതാവുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു സങ്കടമാണ്. പക്ഷേ ദൈവം ഏതെങ്കിലും വഴി ആ ഒരു സന്തോഷം നമുക്ക് തരും. അപ്പൂപ്പൻ എന്ന് ഞങ്ങൾക്കൊരു വ്യക്തി മാത്രമല്ലായിരുന്നു കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ നിന്ന പല സന്ദർഭങ്ങളിലും ഞങ്ങളെ ചേർത്ത് പിടിച്ചൊരു തണൽ മരം കൂടെയായിരുന്നു കേട്ടോ. ആശുപത്രിയിൽ കൂടെ നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു നേരത്തെ ആഹാരം എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട് ചെറിയ സമാധാനം ഉള്ളിലുണ്ട് കേട്ടോ.